64 പാലം ഈ ജില്ലയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു. 500 പാലം കേരളത്തിൽ. ഇതൊക്കെ ചെറിയ കാര്യമാണ്. 5 വർഷം കൊണ്ട് എന്തുമാത്രം അധ്വാനിച്ചു ഇതിനു വേണ്ടി, എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതൊന്നും പ്രശ്നമല്ല. എത്ര തവണ മന്ത്രിയായി, എത്ര തവണ MLA ആയി. വേറെ ആരെല്ലാം മന്ത്രി MLA ഐസക്കായില്ലേ, ആരിഫായില്ലേ, മന്ത്രിയായിട്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പം തന്നെ 12 പേര് 3ാമത്തെ മത്സരിക്കുക. വീണ ജോർജിന് കൊടുത്തില്ലേ. അപ്പൊ ഇതൊക്കെയാണോ? ഇതെല്ലാം പറയുന്നതോടുകൂടി പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ്. പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ് അല്ലേ? പിന്നെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെ വളർത്തി. എന്തുവരെ പറയുകയാണ്? സലാമിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സലാമിനെ വളർത്തിയത് ജയിച്ചതാരല്ല, അതുകൊണ്ട് വോട്ട് പിടിക്കാൻ പോവാ സലാമിന്. അത് വീട്ടിൽ പറയുക, സലാമിനെ വളർത്തിയത് ജയിച്ചതാരനല്ലേ. എന്താ വളർത്തട്ടെ. വളർത്തിയാൽ എന്താ കുഴപ്പം? വളർത്തിയിട്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയായ കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങൾക്ക് എതിർപ്പും വിപരീതാർത്ഥത്തിലും വരുന്ന ക്യാമ്പയിൻ നടത്തുക. ഒന്നും പഠിക്കാതെ ഈ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു സീറ്റ് ഭൂരിപക്ഷം കിട്ടിയ LDF. ഈ 5 പഞ്ചായത്ത് ഇവിടെ മാത്രം ഇത്തവണ. അതിനവിടെ 5-ലും ഭൂരിപക്ഷം. 5-ന് CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു. പിന്നെ LDF 8 സീറ്റ് CPM, 2 സീറ്റ് CPI, 19 പത്രത്തേ ഉള്ളൂ. അതിനോട് 13. ബാക്കി ഒരു 4 പഞ്ചായത്തിലും ഒന്നപ്പുറം സൗത്തും അമ്പലപ്പുഴ വടക്കും പുറക്കാടും റിസോർട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. LDF ആയിട്ടും ഭൂരിപക്ഷമില്ല. പിന്നെ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയേ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഡബണ. അമ്പലപ്പുഴ വടക്ക് STPക്ക് 6 സീറ്റ്, നമുക്ക് 9 സീറ്റ്. STP എങ്ങനെ വളർന്നോടെ? അവർ പ്രവർത്തിച്ച് വളർന്നു. അല്ലാതെ അവരും കോൺഗ്രസും തമ്മിൽ യോജിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അവർ യോജിച്ചാൽ 10-ന് മേള. അമ്പലപ്പുഴ സൗത്തിൽ BJPക്ക് ഉണ്ട് 4 സീറ്റ്, 4-ഓ 5-ഓ ഉണ്ട്. അവരും കോൺഗ്രസും തമ്മിൽ അവിടെ യോജിച്ചില്ല. അതുകൊണ്ട് വെറും 8 സീറ്റുള്ള ഞങ്ങൾക്ക് പ്രസിഡന്റ്ഷിപ്പ് കിട്ടി. പുറക്കാട് കിട്ടിയില്ല. അമ്പലപ്പുഴ അല്ല, പുന്നപ്ര സൗത്ത് ഞങ്ങൾക്കുള്ള 2 സീറ്റാണ്. എങ്ങനെയാ ഈ 5 വർഷം കൊണ്ട്? ഞാൻ കഴിഞ്ഞ ഇലക്ഷനിലില്ല. ഞാൻ നേതൃത്വം കൊടുക്കാൻ ഞാൻ ഒഴിഞ്ഞല്ലോ. ഒരു സ്വയം പ്രശ്നം നടത്തണ്ടേ? 13-12 ബ്ലോക്ക് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ വെറും 5 ഉള്ളൂ. ബ്ലോക്ക് പോയി ഇല്ലേ? 3000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട 7 ഡിവിഷൻ പ്രത്യേകം ഉണ്ടാക്കി ഓമനക്കുട്ട മത്സരിക്കുക. അതിനു വേണ്ടി 700 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് ആ തൊട്ടടുത്ത ബ്ലോക്കിലെ ഇയാളങ്ങ് തോറ്റു. നമ്മുടെ പ്രഭാകരന്റെ പോലെ അത് തോറ്റുപോയി. അത് ബ്ലോക്ക് പ്രസിഡന്റായിരുന്നാണ്, വിദ്യാഭ്യാസമുള്ള അത് തോറ്റു. ഓമനക്കുട്ടം 3000 വോട്ടിന് കിട്ടേണ്ടത് 700 ജയിച്ചു. ഇതൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്? സഖാക്കളെ പരമാവധി ജയിപ്പിക്കുക, പാർട്ടി ജയിക്കുക. ഇതൊരു പാടോ? ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാനങ്ങനെ ശത്രുവായി പാർട്ടിയുടെ. ഞാൻ പാർട്ടിയുടെ ശത്രു ആവാനൊക്കത്തില്ല. പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ്. വേണ്ടപ്പെട്ടവർ വേണേ നോക്കിയാൽ മതി, നമുക്കൊന്നുമില്ല. വേണ്ടപ്പെട്ടവർ നോക്കിയാൽ മതി എന്തായാലും ഞാൻ സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ എന്തിനാ കയറി മത്സരിക്കട്ടെ? ഒരു പ്രത്യേകയാണ് മത്സരിക്കുന്നത് കേൾക്കുമ്പോഴേ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങാം. ആ മണ്ഡലത്തിൽ മുഴുവൻ. അല്ലെങ്കിൽ 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? 12 ഉണ്ടായിരുന്നല്ലേ, 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? ബ്ലോക്കും പോയില്ലേ? കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായില്ലേ? ജില്ലാ പഞ്ചായത്ത് 2 സീറ്റും ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലപ്പുഴ സീറ്റ് 5000 വോട്ടിനാണ് കണ്ണൻ ജയിച്ചത്. 5000 വോട്ടിനുള്ള കോൺഗ്രസ്. പണ്ടും നമുക്കായിരുന്നു അപ്പുറത്തെ സീറ്റ്. ഇവിടെ നമ്മൾ ഇവിടെ 6-7000 വോട്ടിൽ ഇടമുള്ളിടത്ത് ജയിച്ചത് കക്ഷിക്ക് 2000 വോട്ടിനാണ്. 2000 വോട്ടുകൾ. അതിൽ ആ സ്ഥാനാർത്ഥി പറ്റി വേറെ ആരോപണമൊന്നുമില്ല. അത് ആര്യായിട്ട് തന്നെ ജയിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ഇടിക്കുന്നതാണ്. പിന്നെ അമ്പലപ്പുഴ ഭൂരിപക്ഷം കോളേജ് അതിന്റെ പേര് അന്വേഷണം, അരീമിന്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവര കണക്ക് ജില്ലയിൽ എഴുതി കൊടുക്കുന്നു. വായിച്ചു നോക്കിയില്ലെന്ന് മാത്രമല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി വോട്ട് ചെയ്തിട്ടില്ല. എന്റെ ഭാഗം വോട്ട് ചെയ്തിട്ടില്ല.
ഞാൻ പിന്നെ അവിടെ സംസാരിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള സഹാക്കൾ ഒഴികെ ഒരൊറ്റയാൾ സംസാരിച്ചില്ല, ആലപ്പുഴനെ പിന്തുണച്ചില്ല. അവരൊന്നും വിട്ടിയില്ല. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇവിടെ നിന്നുള്ള 4 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ മൃദുവായിട്ട് ഇങ്ങനെ പറയത്രേ ഉള്ളൂ. സുഹാസ് സാർ ആലപ്പുഴ വേണമെന്ന് ആലപ്പുഴ പറയുകയും ചെയ്തു. അങ്ങനെ ഈ പരീക്ഷണം നടത്തി. എന്റെ അടിസ്ഥാനത്തിലാണ് കരീമ റിപ്പോർട്ട് എഴുതുന്നത്. ഞാൻ ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടല്ല. കാരണം എനിക്ക് 23,000 കൊണ്ട് ഭൂരിപക്ഷം കിട്ടിയത് ഏത് സാഹചര്യത്തിലാണ്? കായംകുളത്തുനിന്ന് ഒരാൾ വന്നാൽ മത്സരിച്ചത്, ഷേഖ് പി ഹാരിസ്. ഇവിടെ വേണ്ടി യാതൊരു ബന്ധമില്ല. എനിക്ക് 63,000 വോട്ട് കിട്ടി. അതിന് 40,000 കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇയാൾക്ക് 23 വ്യത്യാസം. ഞാൻ എത്രയോ കാലം അവരുടെ MLA ആണ്. മറ്റു തരത്തിലൊക്കെ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ പ്രസിഡന്റാണ് ഞാൻ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പരിചയമില്ല ഇവിടെ. സലാമിന് ആദ്യമായിട്ട് മത്സരിക്കാൻ സലാം 11,200 കൊണ്ട് ഭൂരിപക്ഷം കിട്ടി. 23,000 പെട്ടെന്ന് കിട്ടുമോ? ഞാൻ ആദ്യം ജയിച്ചപ്പോൾ എനിക്ക് 12,000 ഉള്ളൂ. അന്ന് കൈനഗരി കൂടി ഉണ്ട്. അന്ന് അവിടെ നിന്ന് എനിക്ക് 6,000 വോട്ടാണ് ലീഡ്. ഇപ്പൊ 1,000 ഉള്ളൂ. അപ്പോൾ 2,200 വോട്ട് ജയിച്ചല്ലോ ജില്ലാ പഞ്ചായത്ത് വോട്ട്. അവിടെ നിന്ന് 1,000 ഉള്ളൂ. അപ്പോൾ 11,000 വോട്ട്. VS ഇവിടെ കിട്ടിയ മാക്സിമം ഭൂരിപക്ഷം 5,000. 7,000 നോക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയിൽ PKS ജയിച്ചപ്പോൾ കിട്ടിയത് 2,000. സുശീലക്ക് കിട്ടിയത് 3,300. CK സദാശിവന് കിട്ടിയത് 5,000 താഴെ. 11,200 വോട്ട് കിട്ടി. അതൊക്കെ അറിയപ്പെടാത്തൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അഭിമാനകരമായ ഭൂരിപക്ഷം. എന്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ മുഴുവൻ അദ്ദേഹത്തിന്റെ. എന്റെ പേരിലാണ് ക്യാമ്പയിൻ. സന്തോഷം. 19 മേഖലയായിട്ട് ഈ മണ്ഡലത്തിൽ 19 മേഖലാ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ 5 ദിവസം പോയി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും എനിക്ക് വാനക്കുണ്ട്. കാരണം എനിക്ക് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലത്തെല്ലാം പരിപാടി തന്നിരിക്കാം. സ്റ്റേറ്റ് പാർട്ടി 4 ദിവസം അവിടെ എല്ലാം കൂടെ ഞാൻ പോയി. ഈ ഗണേഷ് കുമാറിന് വരെ പോയി ഞാൻ പ്രസംഗിച്ചു. അവിടെ ഈ രാജീവിന് പോയി 2 യോഗത്തിൽ പ്രസംഗിച്ചു. ഇവർക്കെല്ലാം പോയി പ്രസംഗിച്ചു. വാസവന് വേണ്ടി പ്രസംഗിച്ചു. വീണ ജോർജിന് വേണ്ടി പ്രസംഗിച്ചു. ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചു. അതിനിടയ്ക്ക് ഞാനിവിടെ ഇത്രയും സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൺവെൻഷൻ അധ്യക്ഷൻ ഞാനായിരുന്നു. മണ്ഡല കൺവെൻഷൻ. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് എഴുതി വെക്കുക. 22 കുറ്റം. എന്താണാവും? അദ്ദേഹം അവിടെ തറവിട്ടു. അതുപോലെ പാർലമെന്റിൽ 1.5 ലക്ഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.